ഹജ്ജിൻ്റെ പെരുന്നാളൊക്കെ ആവാറായല്ലോ അല്ലേ? പെരുന്നാൾക്ക് എപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവാറ് മട്ടൻ്റെ കറിയോ അല്ലേ മട്ടൻ വരട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ അല്ലേ ഹജ്ജ് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഇത് പണ്ട് കാലത്തെ ഒരു റെസിപ്പിയാണ്. പണ്ട് കാലത്തെ വെച്ചാൽ ഉമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്, കണ്ടു നോക്കി നോക്കൂ. അപ്പോഴും നമുക്കിതിലേക്ക് വേണ്ടത് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ്. അതൊരു കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി വേണം. ഒരു 8 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നമുക്ക് കല്ല് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അതൊന്ന് ചതച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് കൊത്തമല്ലി 1/4 ടീസ്പൂൺ അങ്ങനെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചതച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് അതിന് ശേഷം കുരുമുളക് 1/4 ടീസ്പൂൺ മതി കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ചതച്ച് കൊടുക്കാം. ഇനി കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. നല്ലപോലെ വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. 3 തണ്ടോളം കറിവേപ്പില ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെള്ളുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുമ്പോഴേ തന്നെ ഒരു സ്പെഷ്യൽ മണമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളെ. ഇതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി 4 വലിയുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 1 കിലോ മട്ടന് 3 തക്കാളിയാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുത്തോളൂ, എന്നാലേ നല്ലൊരു പുളി ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂണോളം ഇറച്ചി മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ ഉപ്പിൻ്റെ അനുസരിച്ചിട്ട് ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ പീസ് നമുക്കതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇറച്ചി മസാലേൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടിക്കും ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെ ഉണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കി നോക്കൂ. ഞാൻ പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എൻ്റെ എല്ലാ മസാലപ്പൊടിൻ്റെ റെസിപ്പീസൊക്കെ. അതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം പുതിനയിലയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിക്കാം കേട്ടോ. ഒരു 5 വിസിലടിച്ചപ്പോഴേ തന്നെ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള വേവാണ്. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ പിന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ട് നമുക്ക് വിളമ്പാം. ഇനി ഇത് കൈപ്പത്തിരിൻ്റെ കൂടെ, അരച്ചുട്ട പത്തിരിൻ്റെ കൂടെ, ടയർ പത്തിരിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് രാവിലെ ഇതന്നെ ആയിക്കോട്ടെ കേട്ടോ, ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറി. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.